നല്ലൊരു ബ്ലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബ്ലോക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3 മണിക്ക് വന്നിട്ട് ഈ ബ്ലോക്കിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ 8 മണി അടുപ്പിച്ചായി. എസ് വളവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തമിഴ്നാട്, ചെങ്കോട്ടയ്ക്ക് ഇപ്പുറത്ത് പുളിയറ എന്ന് പറയും. അതിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ തമിഴ്നാട് കേരള ബോർഡർ എസ് വളവ് എന്ന് അവിടെ കിട്ടിയൊരു ബ്ലോക്കാണ്. നല്ലൊരു ബ്ലോക്കാണ് കണ്ടാ. എന്നുവെച്ചാൽ അങ്ങേറ്റം ഒരു 2-3 കിലോമീറ്ററിന് അപ്പുറത്ത് ഏകദേശം പുളിയറ അടുപ്പിച്ച ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കണക്ക് തന്നെ മേളിൽ ഇങ്ങോട്ട് തിരിച്ച് ഈ വലിയ വണ്ടി കയറി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെറിയ വണ്ടി വരുന്നുണ്ടാ. ഏറ്റവും കൂടുതൽ ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ചെറിയ വണ്ടിക്കാരാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റി വയ്ക്കും. ഇതിൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റി വയ്ക്കുമ്പോൾ ഈ എതിരെ പോകുന്ന വണ്ടികളിൽ നിന്ന് അവിടെ ബ്ലോക്കായി കിടക്കും. അപ്പോൾ നല്ലൊരു ബ്ലോക്കാവും. കാരണം ഈ വലിയ വണ്ടി കയറി ഹെയർബിന് ഈ വളവ് കയറി വരുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റി വയ്ക്കും. എന്നുവെച്ചാൽ ഈ ഇടയിൽ കൊണ്ട് കയറ്റി വയ്ക്കുമ്പോൾ കണ്ട ആ വണ്ടി ഇപ്പോൾ ഒരു വണ്ടി കൊണ്ട് ഇടയിൽ കൊണ്ട് കയറ്റി വെച്ചാണ് അതിൻ്റെ അപ്പുറത്തൊരു വണ്ടി കൊണ്ട് കയറ്റി വെച്ചതാണ്. ആണ് ഇപ്പോൾ അവിടെ ഇത്രയും ബ്ലോക്ക് വന്നത്. പക്ഷേ അവർ ചിന്തിക്കുന്നില്ല ഇത്രയും ലോഡ് വണ്ടിയായിട്ട് വരുന്ന ഒരു വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ വണ്ടി കയറ്റാൻ എന്തൊരു പാടെന്ന് അറിയുമോ. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി കയറും, പക്ഷേ ആ വണ്ടി അത്രയും അത്രയും പവർ കൂടിയിട്ടാണ് നമ്മൾ കയറ്റുന്നത്. കാരണം വെച്ചാൽ പിന്നെ വീണ്ടും നമ്മളല്ലെങ്കിൽ ലോഡ് ഗിയറൊക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ മേളിൽ കയറുന്നത്. ചിലപ്പം കയറിയില്ലെങ്കിൽ ക്ലച്ച് ഉൾപ്പെടെ കഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വലിയ വണ്ടി വരുന്ന വരത്താണ്. കാരണം ഈ വലിയ വണ്ടി ഓടിക്കുന്നതിന് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. ഈ വലിയ വണ്ടിയെ പറ്റി അറിയുന്ന ചെറിയ വണ്ടിക്കാരുണ്ട്, അവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവർ എല്ലാവരെയും കുറ്റപ്പെടുത്തത്തില്ല, എല്ലാവരെയും പറയുന്നുമില്ല. ഈ പോണ വണ്ടി കേട്ടോ, ഇത് ചെറിയ മലക്കര വണ്ടികളാണ്, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മലക്കര വണ്ടിയാണ്. അവരും ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ അവർ പോക്കണ്ട് കഴിഞ്ഞാൽ ആ ലോഡൊക്കെ വെച്ചുകൊണ്ട് അത്രയും വലിയ സ്പീഡിലാണ് പോണത്. ആ കാറുകാരൻ കൊണ്ട് കയറുന്നതാണ്ടാ. ഈ വണ്ടി തിരിഞ്ഞു വരുമ്പോൾ ഈ വണ്ടി കറങ്ങി ഈ ഹെയർബിന് കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഈ വണ്ടി അവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട് തട്ടും. ഇത് തട്ടാതിരിക്കാനായിട്ട് നമ്മൾ ചവിട്ടി കൊടുക്കും. അവർ കയറി പോകുമ്പോൾ അവിടെ അവർ മിടുക്കനാവുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നില്ല ഈ വലിയ വണ്ടി ചവിട്ടി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ വണ്ടി തട്ടാതെ പോകണമെന്ന്. ആ ഒരു കാര്യം ചിന്തിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തതിന് ആവശ്യമില്ല. നല്ല ബ്ലോക്കാണ്, സൂപ്പർ ബ്ലോക്കാണിത്. എല്ലാവരും ചെറിയ വണ്ടിക്കാരെ മൊത്തം ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാനും ചെറിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടെന്നാണ് വലിയ വണ്ടിയൊക്കെ ഓടിക്കാൻ വന്നത്, അത് വേറെ. പക്ഷേ എങ്കിലും കുറച്ചൊക്കെ ഈ ലോഡ് വണ്ടി കൊണ്ടുവരുമ്പോൾ ഈ ലോഡ് വണ്ടിയൊക്കെ കയറി വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ചവിട്ടായിരിക്കും, അത്രയേ ഉള്ളൂ. ചവിട്ടി കാരണം ഞാൻ മനഃപൂർവ്വം ആരും ഈ ലോഡ് വണ്ടിക്കാരും മനഃപൂർവ്വം ആരും കാണിക്കുന്നതല്ല. ഈ ലോഡ് വണ്ടി റോഡിൻ്റെ വെളിയിൽ നിന്ന് ഇറക്കാത്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എവിടെയും താന്നൊക്കെ പൊക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി. അന്നത്തെ ദിവസമല്ല, ചിലപ്പോൾ 2-3 ദിവസമൊക്കെ പോകും. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ. ഒരു ബസ് എറിയണമെന്നുണ്ടോ? ഓക്കെ, ബൈ.